റെഡി. നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുകുലത്തിലെ കർണാടൻ മാഷാണ്. ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ ആദ്യത്തെ പഠിപ്പ് തന്നെ, അതായത് കളരി, കരാട്ടെ, കുൻഫു, തൈക്കൊണ്ടോ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതെല്ലാം സ്പോർട്സിലാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് പരസ്പരം ചെയ്യാം. ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന സ്പോർട്സേ അല്ല. സ്പോർട്സും ഞങ്ങളുടെ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്ന മർമ്മ പ്രയോഗങ്ങളാണ്. അതിന് സ്പോർട്സ് അല്ലത്. അതായത് അക്രമിയോ കൊലയാളിയോ നമ്മുടെ മുൻപിൽ വന്ന ഒരു ടച്ചിങ്ങിൽ അവൻ എതിരാളി താഴെ വീണിരിക്കണം. അത് തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്പോർട്സായിട്ടോ അല്ല, സ്പോർട്സിൻ്റെ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം മർമ്മങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഇപ്പം ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു അക്രമി അടിക്കുകയാണ്. കരണത്തടിയെന്ന് പറഞ്ഞാൽ അടിക്കുക. ഈ അടിക്കുന്ന സമയത്ത് നമ്മുടെ എതിരാളിയെ വീഴിക്കണമല്ലോ. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പോരാ. ഒറ്റ ടച്ചിങ്ങിന് എതിരാളി തറയിൽ പോകണം. തറയിൽ പോകുന്നതിന് മർമ്മങ്ങളാണ് കൊടുക്കുന്നത്. അതിലിപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന മർമ്മസ്ഥാനം കതിർ മർമ്മം. കതിർ മർമ്മം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ കതിർ മർമ്മം എവിടെയായിരിക്കുന്നതെന്ന് വന്നേ, അതൊന്ന് കൃത്യമായിട്ട് വായിച്ച്. മർമ്മസ്ഥാനം എവിടെയാണ്? കതിർ മർമ്മം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നെഞ്ചിന് നടുവിൽ ചുമയൻ മർമ്മത്തിൽ നിന്നും 4 വിരൽ താഴെയാണ് കതിർ മർമ്മസ്ഥാനം. അതെ, ഓക്കെ, മനസ്സിലായില്ലേ? നെഞ്ചിൽ നിന്നും 4 വിരൽ താഴെ, നെഞ്ചിൻ്റെ നടുവിലാണ് ഈ മർമ്മസ്ഥാനം. ചുമയൻ എന്ന് പറഞ്ഞ മർമ്മസ്ഥാനം ഇതാണ്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുമയനിൽ നിന്ന് 4 വിരൽ താഴെയാണ് കതിർ മർമ്മം. ഇത് ത്രിശങ്കുവിൽ നിന്ന് നോക്കി 4 വിരൽ മുകളിൽ, അതായത് ചെസ്റ്റിൻ്റെ സെൻട്രലാണ് കതിർ മർമ്മസ്ഥാനം. ഈ മർമ്മത്തിൽ ടച്ച് ചെയ്താൽ കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിൽ ടച്ച് ചെയ്താൽ വരാൻ പോകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? അപ്പം അതിൽ മൂന്നൊന്ന് വായിക്കുക. ഇവിടെ ക്ഷതമേറ്റാൽ കരളിനുള്ളിൽ രക്തം കട്ടിയാവും, ശരീരം ചുട്ടുപഴുക്കുകയും മലർന്നു കിടക്കാൻ പറ്റാതാവുകയും ചെയ്യും. അതാണ്, കണ്ടോ? അതായത് കരളിൻ്റെ പ്രവർത്തനം പാടെ നിന്ന് പോവും. കരളിൽ വരുന്ന രക്തം അത് പുറത്തേക്ക് പോയില്ല, അത് കട്ടിയായി പോവും. അത്രയും വലിയ മർമ്മസ്ഥാനമാണ് കതിർ മർമ്മസ്ഥാനം. അതിൽ ഇവിടെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു കേടും വരാതെ ഞങ്ങൾ വെറുതെ ടച്ച് ചെയ്യുകയുള്ളൂ, അല്ലാണ്ട് ഇടിക്കുകയൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ചെയ്യുന്നെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. മർമ്മങ്ങളാണ്, മർമ്മങ്ങളിൽ മരണം സംഭവിക്കാൻ ഇടയുള്ള പോയിന്റുകളാണ്. അതിൽ ഒരു കാരണവശാലും നിങ്ങൾ ശത്രു അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന് കുഴപ്പമില്ല. മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആത്മരക്ഷയ്ക്ക് അത് ആവശ്യമാണ്. പക്ഷേ അതിപ്പോൾ ചെയ്യുന്നത് നോക്കിയോളൂ. ഒരാൾ ആ കർണത്തെ അടിക്കുകയാണ്, അടിയുടെ ഇവിടെയാണ്. അടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഇവർ രണ്ടുപേരും, മോൻ്റെ പേര് സോണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇദ്ദേഹം സായികുമാർ. ഇവർ നോക്കിയേ, കണ്ടോ? സോണിയും സായികുമാറും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അവർ ചെയ്യുന്നെങ്കിലും ഇവർ പഠിച്ചവരാ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഈ വക വിദ്യകളെല്ലാം പഠിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധയോടുകൂടി അദ്ദേഹം കരണത്തടിക്കുകയാണ്. ചെകിട അടച്ചാണ് അടി വരുന്നത്. കാല് പുറകോട്ട് വയ്ക്ക്, ഉണ്ടോ? ശക്തമായിട്ട് തന്നെയാണ്. ഇപ്പോൾ വലിയ ശക്തിയൊന്നും വേണ്ട. നമ്മുടെ ഇത് കാണുന്നവരെ പഠിപ്പിക്കുകയാണ്. അപ്പം ഈ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. ശരി, ഓക്കെ, അടിക്ക്, അറ്റാക്ക്, ഓക്കെ, ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ചെയ്ത് നിർത്തി. കൈ ചുരുട്ടി വേണം, എപ്പോഴും കൈ ചുരുട്ടി പിടിക്കണം, കേട്ടോ? എന്തിനാണെന്നറിയാം? പവറാവണം. കൈ ഇത് പവറില്ല, ഇതാണ് പവറാവുന്നത്. കണ്ട് ഇപ്പോൾ ഈ സമയത്ത് നോക്കി ഇതൊക്കെ നല്ല പവറായി നിൽക്കുകയാണ്. അപ്പോൾ അടിച്ച് ബ്ലോക്കായി. ഇനിയിപ്പോൾ ആ കൈ ഒന്ന് പൊക്കിയേ, കണ്ടോ? ചുരുട്ടി പിടിക്കുക, കണ്ടോ? ഇതാണ് മർമ്മസ്ഥാനം, മർമ്മത്തിൽ കൊള്ളിക്കുന്നത്. ഈ മർമ്മസ്ഥാനം നോക്കി ശ്രദ്ധയോടുകൂടി തന്നെ, കണ്ടോ? ഇത് നെക്കളാണ്. ഈ വിരലിൽ 3 മർമ്മ പോയിന്റുകളാണ്. ചൂണ്ടാണി മർമ്മത്തിന് പറഞ്ഞാൽ ചൂണ്ടുവിരലിൻ്റെ ആ പോയിന്റുകളാക്കി 1, 2, 3, കേട്ടോ? 3 പോയിന്റുകളാണ്. ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് നെക്കൾ എന്നാണ്. ഈ നെക്കൾ കൊണ്ടാണ് ഈ മർമ്മസ്ഥാനത്ത് ഇടിക്കാൻ പോകുന്നത്. കണ്ടോ? ഇവിടെ ഇരിക്കുന്നത് കറക്റ്റ് ചെയ്ത് കയറിയോ? അറ്റാക്ക്, സ്ലോ. ശരിയാണ്. ഇങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാൻ. ഓക്കെ, ഈ ഞങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.